ഹായ് വെൽക്കം ടു another വീഡിയോ. നമ്മൾ ഇന്ന് പഠിക്കുന്നത് പാർട്ട് 7 ആണ്, വെർബ് ഫോംസ് ആണ് കേട്ടോ. അപ്പോൾ ഇതിന് മുന്നത്തെ ക്ലാസ്സുകളെല്ലാം തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. ഓക്കെ, സോ നോക്കാം എന്താണ് ഇതിൽ നമ്മുടെ നിങ്ങൾക്ക് ഇൻഡിവിജ്വലി ക്ലാസ്സുകൾ അതുപോലെ തന്നെ ഗ്രൂപ്പായിട്ട് ക്ലാസ്സുകളെല്ലാം തന്നെ നിങ്ങൾക്ക് ആപ്ലിക്കേഷനിലൂടെ ലഭിക്കും. അപ്പോൾ അത് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നോക്കാം, വെർബിന്റെ ഫോംസ് ആണ് നമ്മൾ പറയുന്നത് കേട്ടോ. നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും V1, V2 ആൻഡ് V3 എന്ന് പറഞ്ഞിട്ട് വെർബിന്റെ ഫോമുകൾ, വെർബിന്റെ ഫസ്റ്റ് ഫോം, വെർബിന്റെ സെക്കൻഡ് ഫോം, വെർബിന്റെ തേർഡ് ഫോം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും, കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് വെർബിന്റെ ഫോംസ് V1, V2, V3 എന്ന് പറയുന്നത്. നോക്കിക്കേ, സ്റ്റഡി, സ്റ്റഡീഡ്, സ്റ്റഡീഡ്, ഗോ, വെന്റ്, ഗോൺ, റൈറ്റ്, റോട്ട്, റിട്ടൺ, ഇതെല്ലാം തന്നെ വെർബിന്റെ ഫോമുകളാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരു 5-6 ഫോമുകളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ബേസിക്കലി പഠിക്കുന്നത് V1, V2, V3 എന്ന് പറയുന്ന 3 ഫോമുകളാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ മീനിങ് എന്താണെന്ന് ആദ്യം പറയാം. സ്റ്റഡി എന്ന് പറഞ്ഞാൽ നമുക്ക് ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പറയാം. ഫോർ എക്സാമ്പിൾ, സ്റ്റഡി, പഠിക്കാറുണ്ട്. ഇവിടെയാണെങ്കിലോ സ്റ്റഡീഡ്, പഠിച്ചു. ഇവിടെയാണെങ്കിലോ ഇതും സ്റ്റഡീഡ് തന്നെയാണ്. അപ്പൊ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരും, ഇവിടെ V2 ഉം V3 സെയിം ആണല്ലോ, അപ്പൊ സെയിം അർത്ഥമല്ലേ എന്നായിരിക്കും. പക്ഷെ ഇവിടെ വ്യത്യാസം ഉണ്ടല്ലോ. അപ്പോൾ ഒറ്റ കാര്യം ആദ്യം പറയാം. ഇവിടെ ഇത് ഒരു വെർബാണ്. ഓക്കെ അല്ലേ? വെർബ് ഫോംസ് ആണ് നമ്മളിപ്പോൾ എഴുതിയിട്ടുള്ളത്. ഇത് വെർബാണ്. സ്റ്റഡി എന്ന് പറയുന്നത്, ഗോ എന്ന് പറയുന്നത്, റൈറ്റ് എന്ന് പറയുന്നത് എല്ലാം തന്നെ വെർബുകളാണ്, പ്രവൃത്തികളാണ്, ക്രിയകളാണ്. ഓക്കെ, ഈ ക്രിയകളെ നമ്മൾ പ്രസന്റ് ആയിട്ട്, ഇപ്പോൾ പാസ്റ്റ് ആയിട്ട്, മുന്നത്തെ, അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ തരംതിരിച്ചിട്ടുണ്ട്. അതാണ് ശരിക്കും പറഞ്ഞാൽ ഇത്. മനസ്സിലായല്ലോ? ഇപ്പോൾ വെർബിന്റെ ഫോംസ് ആണ്, ഇത് വെർബാണ്, ഇത് വെർബിന്റെ ഫോംസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വെർബിന്റെ കൂടെ IED ആഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? സെക്കൻഡ് ഫോം, തേർഡ് ഫോം കിട്ടി. നോക്കിക്കേ, പക്ഷെ ഇവിടെ നമുക്ക് ഗോ, ഗോഡ് അങ്ങനെയല്ലല്ലോ. അതായത് വെർബിന്റെ കൂടെ IED ആഡ് ചെയ്തപ്പോൾ കിട്ടിയിട്ടില്ല. നോക്കിക്കോളൂ കേട്ടോ. ഇവിടെ നോക്കിക്കേ, യൂസ്, അതിന് കൂടെ ജസ്റ്റ് D ആഡ് ചെയ്തപ്പോൾ നമുക്ക് സെക്കൻഡ് ഫോം, തേർഡ് ഫോം കിട്ടി. പ്ലേ, അതിന് കൂടെ ED ആഡ് ചെയ്തപ്പോൾ സെക്കൻഡ് ഫോം, തേർഡ് ഫോം കിട്ടി. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, വെർബിന്റെ കൂടെ, ഒരു വെർബിന്റെ കൂടെ ഒന്നുകിൽ D അല്ലെങ്കിൽ ED അല്ലെങ്കിൽ IED വെച്ച് കഴിഞ്ഞാൽ വെർബിന്റെ സെക്കൻഡ് ഫോമും തേർഡ് ഫോമും കിട്ടുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള വെർബുകൾ പറയുന്നതാണ് റെഗുലർ വെർബ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, പ്ലേ, പ്ലേഡ്, പ്ലേഡ്, സ്റ്റഡി, സ്റ്റഡീഡ്, സ്റ്റഡീഡ്. മനസ്സിലായോ? ഓക്കെ, ലൈക്ക് കം, കെയിം, കം, വ്യത്യാസമുണ്ട്. മനസ്സിലായോ? ഇതിനെ പറയുന്നതാണ് ഇറഗുലർ വെർബ് എന്ന് പറയുന്നത്. അപ്പോൾ റെഗുലർ വെർബ് ആണെന്നുണ്ടെങ്കിൽ വെർബിന്റെ കൂടെ ഒന്നുകിൽ D അല്ലെങ്കിൽ ED അല്ലെങ്കിൽ IED വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് ഫോമും കിട്ടും, തേർഡ് ഫോമും കിട്ടും. ഇവിടെ കിട്ടുന്നുണ്ടോ? ഇല്ല. ഇതിനെ പറയുന്നത് ഇറഗുലർ വെർബ് എന്നാണ്. ഇതും ഇറഗുലർ ആണ്. നോക്കിക്കേ, ഇതോ, ഇത് ഇറഗുലർ ആണ്. ഇതോ, ഇതിന്റെ കൂടെ D ആഡ് ചെയ്തപ്പോൾ കിട്ടി, അപ്പൊ അത് റെഗുലർ ആണ്. ഇതിന്റെ കൂടെ ED ആഡ് ചെയ്തപ്പോൾ കിട്ടി, റെഗുലർ വെർബാണ്. മനസ്സിലായോ? ഇത് ഇറഗുലർ വെർബാണ്, ഇത് ഇറഗുലർ വെർബാണ്, ഇത് റെഗുലർ വെർബാണ്. മനസ്സിലായി? ഇതാണ് ഇതിന്റെ ഒരു ബേസിക് ഐഡിയ എന്ന് പറയുന്നത്. ഇത് ഇറഗുലർ വെർബാണ്, ഇത് റെഗുലർ വെർബാണ്, ഇതും റെഗുലർ വെർബാണ്. മനസ്സിലായോ? വെർബിന്റെ കൂടെ D, ED അല്ലെങ്കിൽ IED വെച്ച് കഴിഞ്ഞാൽ വെർബിന്റെ സെക്കൻഡ് ഫോമും തേർഡ് ഫോമും കിട്ടുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള വെർബുകളെ നമ്മൾ റെഗുലർ വെർബുകൾ എന്ന് പറയും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി ഇതിന്റെ മീനിങ് ഒന്ന് പറയാട്ടെ. എന്താണ് V1, V2, V3യുടെ മീനിങ് എന്താണ്? ഓക്കെ, അപ്പൊ നമ്മൾ പറയുമ്പോൾ എങ്ങനെ പറയണം എന്ന് കൂടി പറയാം. സ്റ്റഡി, സ്റ്റഡീഡ്, ഈ സ്റ്റഡീഡ് പറയില്ലേ, ഈ V3 പറയുന്ന സമയത്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് ഹാവ് സ്റ്റഡീഡ് അല്ലെങ്കിൽ ഹാസ് സ്റ്റഡീഡ് എന്ന് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, സ്റ്റഡി, സ്റ്റഡീഡ്, ഹാവ് സ്റ്റഡീഡ് അല്ലെങ്കിൽ ഹാസ് സ്റ്റഡീഡ് അല്ലെങ്കിൽ ഹാഡ് സ്റ്റഡീഡ്. അപ്പൊ നിങ്ങൾ ഹാവ് സ്റ്റഡീഡ് വെച്ച് പറഞ്ഞ് ശീലിച്ചാൽ മതി. ഓക്കെ, അപ്പൊ സ്റ്റഡി, സ്റ്റഡീഡ്, ഹാവ് സ്റ്റഡീഡ്, ഗോ, വെന്റ്, ഹാവ് ഗോൺ, റൈറ്റ്, റോട്ട്, ഹാവ് റിട്ടൺ. ഇവിടെ മാത്രം നമ്മൾ എന്ത് ചെയ്യുക? മൂന്നാമത്തെ ഫോം പറയുന്ന സമയത്ത് ഹാവ് പറഞ്ഞ് ശീലിക്കാം. എന്തിനാ അങ്ങനെ പറയുന്നത്? ബിക്കോസ് ഈ മൂന്നാമത്തെ ഫോം യൂസ് ചെയ്യുന്നത് ഒന്നുകിൽ ഹാവ് അല്ലെങ്കിൽ ഹാസ് അല്ലെങ്കിൽ ഹാഡിന്റെ കൂടെ മാത്രമാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പിന്നെ പാസീവില് വേറെ ഉണ്ട്, അത് ഞാൻ പറയാം. നോർമലി V3 ഉപയോഗിക്കണമെങ്കിൽ ഹാവ്, ഹാസ് അല്ലെങ്കിൽ ഹാഡ് വേണം. സോ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇത് പറയുമ്പോൾ ഹാവ് വെച്ച് പ്രാക്ടീസ് ചെയ്യാം. ക്ലിയർ അല്ലേ? അപ്പോൾ അർത്ഥം പറയാം. സ്റ്റഡി, ഇതൊക്കെ പഠിക്കാറുണ്ട്, ഇത് ചെയ്യാറുണ്ട്. ഓക്കെ, ഈ സെക്ഷൻ ചെയ്യാറുണ്ട്, ഇത് ചെയ്തു, ഇത് ചെയ്തു. ഹാവ് വെച്ചിട്ടല്ലേ പറയാറ്? ഹാവിന്റെ അർത്ഥം ഉണ്ടെന്നല്ലേ? ചെയ്തു പ്ലസ് ഉണ്ട് എന്ന് പറയുമ്പോൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, പറയാം. ഇതെന്തായിരുന്നു? ചെയ്യാറുണ്ട്, ചെയ്തു, ചെയ്തിട്ടുണ്ട്. ഓക്കെ, പഠിക്കാറുണ്ട്, സ്റ്റഡി, പഠിക്കാറുണ്ട്. സ്റ്റഡീഡോ, പഠിച്ചു. ഹാവ് സ്റ്റഡീഡ്, പഠിച്ചിട്ടുണ്ട്. ഗോ, എന്താ പറയാ? പോകാറുണ്ട്. വെന്റ്, പോയി. ഹാവ് ഗോൺ, പോയിട്ടുണ്ട്. റൈറ്റ്, എഴുതാറുണ്ട്. റോട്ട്, എഴുതി. ഹാവ് റിട്ടൺ, എഴുതിയിട്ടുണ്ട്. ടേക്ക്, എടുക്കാറുണ്ട്. ടുക്ക്, എടുത്തു. ഹാവ് ടേക്കൺ, എടുത്തിട്ടുണ്ട്. യൂസ്, ഉപയോഗിക്കാറുണ്ട്. യൂസ്ഡ്, ഉപയോഗിച്ചു. ഹാവ് യൂസ്ഡ്, ഉപയോഗിച്ചിട്ടുണ്ട്. പ്ലേ, കളിക്കാറുണ്ട്.
പ്ലേഡ് കളിച്ചു, ഹാവ് പ്ലേഡ് കളിച്ചിട്ടുണ്ട്. മനസ്സിലായോ? സിമ്പിൾ അല്ലേ? അപ്പോ സി എന്തുട്ടാ? കാണാറുണ്ട്. സോ കണ്ടു, ഹാവ് സീൻ കണ്ടിട്ടുണ്ട്. ഐ ഹാവ് സീൻ ഹിം. മനസ്സിലായോ? സിംഗ് പാടാറുണ്ട്, സാങ് പാടി, ഹാവ് സൺ പാടിയിട്ടുണ്ട്. ഹിയർ കേൾക്കാറുണ്ട്, ഹേർഡ് കേട്ടു, ഹാവ് ഹേർഡ് കേട്ടിട്ടുണ്ട്. മനസ്സിലായോ? സ്പീക്ക് സംസാരിക്കാറുണ്ട്, സ്പോക്ക് സംസാരിച്ചു, ഹാവ് സ്പോക്കൺ സംസാരിച്ചിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോൾ അവോയ്ഡ് ഒഴിവാക്കാറുണ്ട്, അവോയ്ഡഡ് ഒഴിവാക്കി, ഹാവ് അവോയ്ഡഡ് ഒഴിവാക്കിയിട്ടുണ്ട്. ഇതാണ് ബേസിക് ഐഡിയ. അപ്പൊ ഇത്തരത്തിൽ നിങ്ങൾ ഇതൊന്ന് പറഞ്ഞു നോക്കുക. ഇവിടെ കം വരാറുണ്ട്, കെയിം വന്നു, ഹാവ് കം വന്നിട്ടുണ്ട്. മനസ്സിലായോ? അണ്ടർസ്റ്റാൻഡ് മനസ്സിലാക്കാറുണ്ട്, അണ്ടർസ്റ്റുഡ് മനസ്സിലാക്കി, ഹാവ് അണ്ടർസ്റ്റുഡ് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇൻഫോം അറിയിക്കാറുണ്ട്, ഇൻഫോംഡ് അറിയിച്ചു, ഹാവ് ഇൻഫോംഡ് അറിയിച്ചിട്ടുണ്ട്. ഓക്കെ, മനസ്സിലായോ? ഈ ഒരു രീതിയിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഈറ്റ് കഴിക്കാറുണ്ട്, എയ്റ്റ് കഴിച്ചു, ഹാവ് ഈറ്റൻ കഴിച്ചിട്ടുണ്ട്. മനസ്സിലായോ? ഐ ഈറ്റ് ഞാൻ കഴിക്കാറുണ്ട്, ഐ ഈറ്റ് വെജിറ്റബിൾസ്, ഐ ഈറ്റ് ഫ്രൂട്ട്സ്. മനസ്സിലായി? ഞാൻ കഴിക്കാറുണ്ട്, ഞാൻ വെജിറ്റബിൾസ് കഴിക്കാറുണ്ട്, ഞാൻ ഫ്രൂട്ട്സ് കഴിക്കാറുണ്ട്. ഐ എയ്റ്റ് ഞാൻ കഴിച്ചു, ഐ ഹാവ് ഈറ്റൻ ഞാൻ കഴിച്ചിട്ടുണ്ട്. മനസ്സിലായല്ലോ? ഐ ആസ്ക് ഞാൻ ചോദിക്കാറുണ്ട്, ഐ ആസ്ക്ഡ് ഞാൻ ചോദിച്ചു, ഐ ഹാവ് ആസ്ക്ഡ് ഞാൻ ചോദിച്ചിട്ടുണ്ട്. മനസ്സിലായി? ഐ ടേക്ക് ഞാൻ എടുക്കാറുണ്ട്, ഐ ടുക്ക് ഞാൻ എടുത്തു, ഐ ഹാവ് ടേക്കൺ ഞാൻ എടുത്തിട്ടുണ്ട്. മനസ്സിലായോ? ക്ലിയർ അല്ലേ? ഓക്കെ, ഇത്തരത്തിൽ നിങ്ങൾ കൂടുതൽ എക്സാമ്പിളുകൾ ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ക്ലാസ്സിനെ കുറിച്ചിട്ടുള്ള നിർദ്ദേശങ്ങളും അഭിപ്രായമൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ ക്ലാസ് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അൺലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് വിത്ത് മീ. അടുത്ത ക്ലാസ്സിൽ പുതിയൊരു മൊഡ്യൂളുമായിട്ട് നമുക്ക് കാണാം. താങ്ക് യു.